താജുൽ ഉലമ തങ്ങൾ സൂര്യൻ ഇനിയുദിച്ചിടുമോ പാരിൽ ഇനിയുദിച്ചിടുമോ പകരമാര നിറവു തീർക്കാൻ ഇനിയൊരാളുണ്ടോ താജുൽ ഉലമ തങ്ങൾ സൂര്യൻ ഇനിയുദിച്ചിടുമോ പാരിൽ ഇനിയുദിച്ചിടുമോ അറ്റമില്ലാ സാഗരം പോൽ അറിവിന് പകരമായ നിറവു തീർക്കാൻ ഇനിയൊരാളുണ്ടോ താജുൽ ഉലമ തങ്ങൾ സൂര്യൻ ഇനിയുദിച്ചിടുമോ പാരിൽ ഇനിയുദിച്ചിടുമോ പകരമാര നിറവു തീർക്കാൻ ഇനിയൊരാളുണ്ടോ താജുൽ ഉലമ തങ്ങൾ സൂര്യൻ ഇനിയുദിച്ചിടുമോ പാരിൽ ഇനിയുദിച്ചിടുമോ അറ്റമില്ലാ സാഗരം പോൽ അറിവിനക്ഷയ ജ്യോതിസായി സദാർത്ഥികളെ, പണ്ഡിത ബന്ധുക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ നമ്മൾ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന കേരളത്തിലെ എല്ലാ ജുമകേന്ദ്രങ്ങളിലും നടത്തപ്പെടുന്ന സ്നേഹലോക പരിപാടിയുടെ ബദിർക്കാസം സംഘടിപ്പിക്കുന്ന മഹത്തായ സംഗമത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, നാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാഹു സർവ്വർക്കും അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് സർവ്വജനാംഗങ്ങൾക്കും റഹ്മത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന വിവിധ നിലപാടുകളെ കുറിച്ചുള്ള വിവിധ സെക്ഷനുകളാണ് നാം ഈ സ്നേഹലോകത്തിലൂടെ ചർച്ച ചെയ്യാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സ്വാഗതം ചെയർമാൻ സ്വാഗതമായി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സദസ്സിൽ ഒരുപാട് നേതാക്കൾ ഉപവിഷ്ടരായിട്ടുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്. അതുപോലെ നമ്മുടെ സദസ്സിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ഉമറാക്കളും ഉലമാക്കളും ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ബഹുമാനായുള്ള സദസ്സുകൾ, പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, നമ്മുടെ സംസ്ഥാന വ്യാപകമായി സമസ്ത കേരള സുന്നി യുവജന സംഘം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവസന്തം 1500 എന്ന സമയത്തിൽ മുഴുവൻ സോണുകളിൽ നടക്കുന്ന സ്നേഹലോകം പരിപാടിയുടെ ബദിയടുക്ക സോൺ സംഘടിപ്പിക്കുന്ന മഹത്തായ പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, നമുക്ക് നിരവധി സാദാത്തുക്കൾ നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സെഷൻ്റെയും ഈ പരിപാടിയുടെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടനം മഹാനായ
സയ്യിദുനാ നൂർ ഉസ്താദ് സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ബായർ ഉസ്താദ് അവർ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തരും. നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലോക ജനലക്ഷങ്ങളിലേക്ക് അവിടുത്തെ ആ മുഖവർക്കായ നാവുകൊണ്ട് ഇടപെടലിലൂടെ ആ മഹബ്ബത്ത് പകർന്നു തന്ന വലിയ അനുഗ്രഹീത സാന്നിധ്യമാണ് സയ്യിദുനാ ബയാത്തങ്ങളവർ. അവിടുത്തെ ദുആയും ആത്മീയമായ നേതൃത്വവും ഉപദേശവും അവിടുത്തെ നാടിൻ്റെ അസറും ഒക്കെ അനുഭവിച്ച സൗഭാഗ്യവാന്മാരാണ് നമ്മൾ. അല്ലാഹു ഇനിയും ഒരുപാട് കാലം മഹാനായ സയ്യിദുകളുടെ തണലിലായി സുന്നത്ത് ജമാഅത്തിന് ഖിദ്മ ചെയ്യാൻ നമുക്ക് ആയിരാരോഗ്യ സമൃദ്ധി നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വളരെ ബഹുമാനാദരവോടുകൂടി ഈ മഹത്തായ സംഗമത്തിൽ നമുക്ക് ഉപദേശം നൽകാനും ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت ليلتنا وأنت وسيلتنا أدركنا بلغ العلا بكماله كشف الدجى بجماله أحسنت جميعا وعلى آله وصحبه وسلم ومبلغ العلم فيه أنه بشر أهل سنة ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സഹോദരങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട സർവജനങ്ങൾ ബായാർ സ്വലാത്ത് കടാമ്പുഴ ചാർത്തങ്ങൾ സ്വലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിൻ്റെ ഞങ്ങളുടെ അലമായ സയ്യിദന്മാരുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട സർവർ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം കാണാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന സർവ്വം കാണാൻ കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവന് സകല കടങ്ങളും വീട്ടാൻ വഴികൾ പറയണം അല്ലാഹ്. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. താജുൽ അലമ ശൈഖുനാ നൂറുൽ അലമ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ചെറിയപ്പി ഉസ്താദ് വൈരത്തൂർ തങ്ങൾ അടക്കം ധാരാളം സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ ഞങ്ങളുടെ നേതാക്കൾ വേണ്ടപ്പെട്ടവരുൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. സംസ്ഥാന വ്യാപകമായി മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ അടുത്തറിയാൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ സോൺ കേന്ദ്രീകരിച്ച് സ്നേഹലോകം എന്ന പേര് വലിയ സമ്മേളനം നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ പതിയെടുക്ക സോണിലും SYS സ്നേഹലോകം ഇന്ന് നേരെ
ചെറിയ സമയം കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങളോളം സംസാരിച്ചാലും അത് പറഞ്ഞു തീർക്കാൻ അസാധ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നേകാൽ ലക്ഷത്തോളം അല്ലെങ്കിൽ അതിനപ്പുറം അള്ളാഹു ഉദ്ദേശിച്ച അത്ര സ്ഥാനമുള്ള മഹാന്മാരാണ്. അവർ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ വഹയി സിദ്ധിച്ച അസാധാരണ വ്യക്തിത്വങ്ങളാണ്. ഖലീലുല്ലാഹ് സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദ് ബഹുമാനത്തിൻ്റെ ഉടമ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. രുചിച്ചറിവ്, കേട്ടറിവ്, കണ്ടറിവ്. എന്നാൽ ഈ അറിവുകളെ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രത്യേകമായ അറിവുകൾ ഉണ്ട്. ആ അറിവുകൾ അള്ളാഹു അവൻ പ്രത്യേകം തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ പ്രതിനിധികളായ അസാധാരണക്കാരായ അമ്പിയായിലൂടെ അള്ളാഹു നൽകുന്ന വസ്തുതകളാണ്. അതാണ് സ്വർഗം. അറിയിച്ചു തരികയും വിശദീകരിച്ച് തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഹബീബ് സയ്യിദുകളായ അമ്പിയാക്കൾ. അവരിൽ ഓരോ നബിമാർ പ്രത്യേകമായ ഒരു സമുദായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചു. പക്ഷേ ഖാതിമുൻ നബിയ്യീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതമുൻ നബിയ്യീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫത്തൻ ലിന്നാസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സർവ്വജനങ്ങൾ, സർവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഷീറും നദീറുമായി, ബഷീറൻ വ നദീറ, നരകത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും സ്വർഗീയ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അവർ പല നിലക്കും മഹാനവറുകളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിശക്തമായ വെള്ളപ്പൊക്കം സംഭവിച്ചപ്പോൾ ആ പരിഹസിച്ച എതിരാളികൾ മൊത്തം ആ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുകയും നശിക്കുകയും അവൻ്റെ അനുയായികളെ മൊത്തം വിളിച്ചു കൂട്ടി വലിയ വലിയ സാഹിത്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ വലിയ സിഹറിൻ്റെ പ്രവർത്തനങ്ങൾ, മായാജാലങ്ങൾ, സർപ്പങ്ങളെ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടത്തേക്ക് പ്രത്യേകമായി അല്ലാഹു നൽകിയ ആ മുഅ്ജിസത്തിൻ്റെ വടി അങ്ങ് നിലത്തിട്ടപ്പോഴേക്ക് ഈ സർപ്പങ്ങളെ മൊത്തം വിഴുങ്ങുന്ന വലിയ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഗാംഭീര്യമുള്ള സർപ്പമായി ആ വടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുകയും ശത്രുക്കളൊക്കെ പേടിച്ച് പറക്കുകയും പറവടക്കം ഒരുപാട് ആളുകൾ ഈ മുഅ്ജിസത്ത് കണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ടും
കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച സംഭവം നമുക്ക് മനസ്സിലാക്കിയവരാണ്. വൈദ്യലോകം, വൈദ്യശാസ്ത്രം പുരോഗമിച്ച കാലമാണ്. അത്ഭുതകരമായ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന ചികിത്സാരീതികൾ ഉണ്ടായ ആ കാലഘട്ടത്തിൽ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് മാറാവ്യാധി, വെള്ളപ്പാണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്തുകയും എത്രത്തോളം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഹയാത്താക്കുകയും ഇതിനില്ല എന്ന് പറയുമ്പോഴേക്ക് മരിച്ച ആളുകൾ ഹയാത്തിലേക്ക് വന്ന സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വസല്ലം തങ്ങളുടെ ഈ കാലഘട്ടം ആധുനിക ലോകം വലിയ 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 കണ്ടുപിടുത്തങ്ങൾ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ അത്ഭുതങ്ങൾക്കൊന്നും എത്താൻ പറ്റാത്ത വിധം വളരെ ഉന്നതമായ നിലക്ക് മനുഷ്യൻ്റെ ചിന്തയിൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് വലിയ അത്ഭുതമാണ് അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഖുർആനിൽ തന്നെ സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ ഒരു വലിയ സൂറത്ത് അല്ലാഹു അവതരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇമാം റാസി ഉൾപ്പെടെയുള്ള മഹാന്മാർ അത് തങ്ങളുടെ ജസദ് കൊണ്ട്, ശരീരം കൊണ്ട്, ശാരീരിക മേറാജ് തന്നെയാണ് സംഭവിച്ചതെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് പറയുന്നത് അവിടെ ബിഅബ്ദിഹി എന്ന്, അബ്ദിന് റൂഹിന് മാത്രം അബ്ദ് എന്ന് പറയില്ല. ആ തങ്ങൾക്കുള്ള ബഹുമാനം അത് വളരെ വലുതാണ്. അവിടുത്തെ അംഗീകൃതമായ സ്ഥാനത്താണെന്ന് പരിശുദ്ധമായ ഹദീസ് ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്? ഖാൽ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വനി ഫഖദ് അബാ. എന്താണ് പറഞ്ഞത്? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിലങ്ങിയ കക്ഷികൾ ഒഴികെ. ഇത് തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ സ്വഹാബ് ശിഷ്യന്മാർ തങ്ങളോട് ചോദിക്കാണ്, ഖൈല വമൻ അബാ യാ റസൂലല്ലാഹ്? ആരാണ് തങ്ങളെ വിലങ്ങിയ കക്ഷികൾ അവിടുത്തെ ഉമ്മത്തിൽ? അവിടുന്ന് വിശദീകരിക്കുകയാണ്, ഖാൽ മൻ അത്വഅനി ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബാ, അതിനെതിരെ ആരാണുള്ളത്? അവരാണ് വിലങ്ങിയ കക്ഷികൾ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാൻ വേണ്ടി ഖുർആനിൽ അല്ലാഹുവിൻ്റെ ആജ്ഞയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് നമുക്കത് ബോധ്യമാണ്. അതുകൊണ്ട് ആ തങ്ങളെ സംബന്ധിച്ച് അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ മുഅ്മിനാകണമെങ്കിൽ, ഈമാൻ്റെ കമാലിയത്ത് കിട്ടണമെങ്കിൽ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന ഹെഡിങ്ങിൽ കൊണ്ടുവന്ന ഒരു വലിയ ഹബ്ബിൻ്റെ ഹദീസുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നില്ല, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആരെല്ലാം ഇഷ്ടജനങ്ങളായുണ്ട് നിങ്ങൾ സർവരെക്കാളും ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും മുഅ്മിനാകുന്നില്ല എന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത്. ധാരാളം മുത്തഅല്ലിമുകളുണ്ട് ഈ സദസ്സിൽ. നമ്മൾ കുട്ടികൾക്ക് ദർസ് എടുക്കുമ്പോൾ ഓതി കൊടുക്കും. ഫത്ഹുൽ മുഅ്മിനിൻ്റെ തുടക്കത്തിൽ തന്നെ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമാത്തുകളുടെ അഹ്ലുകാരായ ഔലിയാ, ആരിഫീങ്ങൾ, സുദ്ദീഖീങ്ങൾ, മഹത്തുക്കൾ, ആ മഹാന്മാരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ
പരിശുദ്ധ ഇസ്ലാമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ചെങ്കിൽ മാത്രമേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും മഹാന്മാരെയൊക്കെ ആദരിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റൂ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയെ നശിപ്പിക്കുന്ന സർവ്വ ബിദ്അത്തിൻ്റെ കക്ഷികളിൽ നിന്നും വഴിമാറി നമ്മുടെ മഹാന്മാരായ പരിശുദ്ധരായ അഹ്ലു സുന്നയുടെ ഉലമാവിൻ്റെ സയ്യിദന്മാരുടെ പാരമ്പര്യം നിലനിർത്തി ജീവിക്കാൻ നാം സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബായാറ് സ്വലാത്താണ്. ഈ മാസത്തും നീ സലാമത്ത് നൽകണം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. വാഹിദ് റബ്ബുൽ ആലമീൻ വസ്സലാമു അനുഭവത്തറിയാം, മഹബത്ത് അറിയിക്കപ്പെട്ട ഒരു ധൈര്യം പറയാൻ കഴിയും, നിർവചനം പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംസാരിക്കുക? 4 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കുവാൻ എന്താണ് ചെയ്യുക? ഈ 4 വിഷയം ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് തരണം. 1, നമ്മൾ ഒരാളെ മഹബത്ത് വെക്കാൻ പ്രധാനമായും അടിസ്ഥാനപരമായി 3 കാരണങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നു. 1 ജമാൽ, 2 സ്വലാഹ്, 3 ഇഹ്സാൻ. ഭംഗി, നന്മ, ഗുണം. അല്ലേ? ഒരാൾ നമ്മൾ മഹബത്ത് വെക്കുന്നതിൻ്റെ ഭംഗി കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ആളോട് സ്വാഭാവികമായി നമുക്ക് മഹബത്ത്. മറ്റൊന്ന്, ഭംഗിയൊന്നുമില്ലെങ്കിലും അയാൾ നല്ലൊരു ജീവിതം നയിക്കുന്നതാണ്. നല്ല സ്വലാഹിയത്തുള്ള, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, ആർക്കും അങ്ങനത്തെ സന്തോഷമാണ്. അതാണ് സല്ലല്ലാഹു അലൈഹി പറയുന്നത്, ഇത്രയധികം സഹാബത്ത് സന്തോഷിച്ച മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഒത്തിരി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ നമുക്ക് മഹബത്ത് വെക്കാറില്ല? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ മറ്റൊരു നല്ലൊരു പീസ് അതിലുണ്ട്. അതാർക്കണം? അങ്ങനെല്ലാവരും പൊതുവെ മനുഷ്യർക്കുള്ള ആ ആഗ്രഹം വരെ എവർക്ക് കൊടുക്കണം? അതിനപ്പുറം അങ്ങോട്ട് പറയേണ്ടതില്ല. ബാക്കിയുള്ളവരെക്കാളേറെ മഹബത്തുകൾ എന്ന് പറയേണ്ടതില്ല. ശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ഈമാൻ സമ്പൂർണ്ണ ഒരു മഹബത്ത്. എന്നാൽ ഈ 3 കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഇത് സമ്പൂർണമായ നിലയ്ക്ക് മുഴുവനും മേടിച്ച ഒരേ ഒരു നേതാവ് അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ യാതൊരു സംശയമില്ല. അവിടുത്തെ ഭംഗിയെക്കുറിച്ച്, അവിടുത്തെ സ്വലാഹിനെക്കുറിച്ച്, അവിടുന്ന് ചെയ്ത ഗുണാനുഗ്രഹങ്ങളുടെ റഹ്മത്തിനെ കുറിച്ച് ഇതൊന്നും പൊതുസമൂഹത്തിനും ജാതി മത ഭേദമന്യേ സർവ്വർക്കും റഹ്മത്തായിട്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള അറിവ് പൂർണ്ണമായും നമ്മുടെ മതത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ നമുക്ക് തന്നെ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സമയത്താണ് മറ്റുള്ളവരിലേക്കും എല്ലാവരിലേക്കും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുക, എല്ലാവരിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അറിയിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്നേഹലോകം എന്ന പരിപാടി സംസ്ഥാനത്തെ മുഴുവൻ സോണുകളിലും ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏകദേശം സോണുകളിലും സ്നേഹലോകം പരിപാടി സമാപിച്ചെങ്കിലും ഇന്ന് തന്നെ 4 സോണുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ബദിയടക്ക സോണിലെ സ്നേഹലോകം പരിപാടി മഹാനായ സയ്യിദ് നൂറുസാദാത്ത് ബായാർ തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട നസീഹത്തുകളിലൂടെ നമ്മോട് സംവദിക്കേണ്ടായി. അല്ലാഹു ലക്ഷ്യത്തോടു കൂടെയാണ് പ്രവാചകന്റെ സന്ദേശം ലോകത്ത് ഓരോ ആളുകളിലും എത്തുകയും പ്രവാചകൻ ആരാണെന്ന് കാണിക്കുകയും അറിയുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോമസ് കാർലൈൻ എന്ന് പറയുന്ന ഒരാൾ
അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുതി വെച്ചതായി പുസ്തകത്തിൽ എഴുതി വെച്ചതായിട്ട് കാണാം. ആരായിരുന്നു പ്രവാചകൻ എന്ന ചിന്തകന്മാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതി വെക്കുന്നുണ്ട്. തോമസ് കാർലൈൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദി ഗ്ലോറിയസ് ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രവർച്ചുല പ്രഭയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. Who man is greater than he? പ്രവാചകനെ കുറിച്ചിട്ട് ഒരു മനുഷ്യൻ അവരുടെ പ്രവാചകനെ കുറിച്ച് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അവൻ അറിയാതെ പറഞ്ഞു പോകും, no man is greater than he. പ്രവാചകനെ പോലോത്ത പ്രവാചകന്റെ അത്രയും തങ്ങളുടെ കർമ്മഭൂമിക എന്ന വിഷയമാണ്. നേരത്തെ വന്യരായ നൂറു സാദാത്ത് പായാളങ്ങളോ സ്ഥാപകങ്ങളോ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാരങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ, അവിടുത്തെ വിശേഷണങ്ങൾ അതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. മറിച്ച് SYSൽ ലക്ഷ്യമിടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ പേരിൽ പൂർണ്ണമായി ഒരു പകൽ സമയം മുഴുവനും ഹബീബായ തങ്ങളെ കേട്ട് മനസ്സിലാക്കുകയും അതിലൂടെ ബഹുമാനരായ വായത്തിലേക്ക് എത്തണമെങ്കിൽ ഹബീബായ തങ്ങളെ നാം സ്നേഹിക്കുന്നവരാകണം. ആ ഇഷ്ക് ഉണ്ടാക്കുക, ആ ഇഷ്കിലേക്ക് പ്രചോദനം നൽകുക എന്നുള്ളൊരു ലക്ഷ്യവും പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറയുന്ന വിഭാഗം ജനങ്ങൾ ഹബീബായ തങ്ങൾ അപകീർത്തിപ്പെടുകയും ചെയ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ പൊതുസമൂഹത്തിലേക്ക് ഹബീബായ തങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും SYSന്റെ പിന്നിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്നേഹലോകം നടക്കുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർമ്മഭൂമിക എന്നുള്ളതാണ്. പ്രവർത്തകർ ഈ സദസ്സിലുണ്ട്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ ഈ സദസ്സിലുണ്ട്. കർമ്മഭൂമിക എന്ന് നാം പറയുമ്പോൾ നാം SYSന് വേണ്ടി, നാം SSFന് വേണ്ടി, നാം മുസ്ലിം ജമാഅത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് നാം പണിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സെഷനിൻ്റെ താല്പര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർവഹിച്ച ദഅവത്തിന്റെ തുടർച്ചയാണ് നാം നിർവഹിക്കുന്ന സംഘടനാ പ്രവർത്തനം എന്ന് ആദ്യമായിട്ട് നാം വിലയിരുത്തണം. രണ്ടാമത്തത് സംഘടനാ പദ്ധതികൾ. നമ്മുടെ സംഘടനാ പദ്ധതികളെല്ലാം നാം അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം ജമാഅത്തിൻ്റെ സർക്കുലർ വരുമ്പോൾ ഇപ്പോൾ മുസ്ലിം ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി സിറാജിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും എന്തിനു വേണ്ടി സിറാജ് വരിക്കാരാകണം? ഒന്നിരായ സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവറുകൾ നമുക്ക് ആഹ്വാനം ചെയ്തിട്ട് നമ്മുടെ നേതാക്കളെല്ലാം കഠിനാധ്വാനം ചെയ്ത ആ ഒരു പത്രം എന്തിനു വേണ്ടി നിലനിൽക്കണമെന്ന് ചോദിക്കുന്നത് ഇക്കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രസരണവും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രചരണവും അത് നടക്കുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ്. അത് നിലനിൽക്കേണ്ടത് നമ്മുടെ ദഅവത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം നാം എല്ലാവരും സിറാജിന് പരിചേരേണ്ടത്. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ തുടങ്ങി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൽ സ്വീകരിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് പരിചയപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്തത് ഈ പ്രസ്ഥാനത്തിലേക്ക് ആ കരാറ് ലംഘിക്കാതെ ആ കരാറിനനുസരിച്ച് ഉള്ള പ്രവർത്തകരെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത്. അതിന് വലിയ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ മെമ്പർഷിപ്പ്
ഒറ്റയടിക്ക് ചേർക്കുക എന്നല്ല അഭിപ്രായങ്ങൾ സ്വീകരിച്ചത്. ഹിജ്റക്ക് മുമ്പായി നടന്ന യസ്രിബിൽ നടന്ന ആദ്യത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് വെറും 12 ആളുകൾ മാത്രമേ. ആശുപത്രികളും അഗതി കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന് നിലനിർത്തുന്നതിന് വഖഫ് സമ്പ്രദായം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ ആരോഗ്യത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയാണ്. ആ സ്വത്ത് സമ്പത്ത് എന്നുള്ളത് ഇസ്ലാമിന് ഉപകരിക്കുന്ന രൂപത്തിലാകണമെന്ന് പരിശുദ്ധരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്തുകയാണ്. ബഹ്റു റൂമ 35,000 ദീറാനും ബഹുമാനനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാഗ്ദാനം ചെയ്തത് ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. സക്കാത്ത്, സ്വതക്ക എന്നിവ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഭാഗമായ സക്കാത്തും സ്വതക്കയുമെല്ലാം ഇത് സാമൂഹിക പരിവർത്തനത്തിന് വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സക്കാത്തിനെ കുറിച്ച്, ഇസ്ലാമിന്റെ സദക്കയെ കുറിച്ച് നാം കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ പരിസരങ്ങളിൽ നല്ല രൂപത്തിൽ അവതരിക്കുന്ന, അതുപോലെ എല്ലാവർക്കും ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രതിരോധ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മതരാജ്യം ഉണ്ടാകണം എന്ന് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുകയും ആ ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു മുസ്ലിം പൂർണ്ണ മുസ്ലിമാകുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് പോലും അത് പറയുന്ന ആളുകളുണ്ട്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ ഒരു മതരാഷ്ട്രത്തിനകത്തുണ്ടാകണമെന്ന് തെറ്റായി മതത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഒരു മതേതര രാജ്യത്തിൽ ജീവിക്കുന്നവരുടെ വിശ്വാസം അപൂർണമാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നതാണ് ഇത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? വിശ്വാസികൾ അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും ആലോചനകൾ നടത്തേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാധനാ കാര്യങ്ങളിൽ പോലും ഏത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ കിറാമിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളിന്ന് ജീവിക്കുന്നതിനേക്കാൾ ഭയാനകമായ ജീവിത ചുറ്റുപാടുകളിലൂടെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. ആ സ്വഹാബത്തെ കിറാമിന് റസൂലുള്ളാഹി എന്ത് ജീവിതം
മുഴുവൻ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.